കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സംരക്ഷണഭിത്തി ഇല്ലാതെ പുളിഞ്ചോട് ഈസ്റ്റ് വാഴപ്പള്ളി കനാൽ ബണ്ട് റോഡ്. യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. പുളിഞ്ചുവട് ഈസ്റ്റ് വാഴപ്പള്ളി കനാൽ ബണ്ട് റോഡിലൂടെയുള്ള യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. നഗരത്തിലെ പ്രധാന ബൈപ്പാസുകളിൽ ഒന്നായ പുളിഞ്ചോട് ഈസ്റ്റ് വാഴപ്പള്ളി കനാൽ ബണ്ട് റോഡിലൂടെ വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കനാലിൽ വീഴാവുന്ന അവസ്ഥയിലാണ്. 5 പതിറ്റാണ്ട് പഴക്കമുള്ള പെരിയാർവാലി ബ്രാഞ്ച് കനാലിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞ നിലയിലാണ്. ഇരുവശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ കടന്നുപോകാൻ കഴിയാത്ത വിധം റോഡ് ഇടുങ്ങിയതിനാൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് മറിഞ്ഞു വീഴുന്നത് പതിവായതിനെ തുടർന്നാണ് 1-ാം വാർഡ് കൗൺസിലർ KK സുബൈറിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. നഗരത്തിലെ തിരക്കിൽപ്പെടാതെ വാഴപ്പള്ളി വെള്ളൂർക്കുന്നം മേഖലകളിൽ നിന്നും കീച്ചേരിപ്പടിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന ബൈപ്പാസ് റോഡ് കൂടിയായ ഇവിടെയാണ് ഈ ദുരന്തം പതിയിരിക്കുന്നത്. നഗരത്തിലെ 1, 2, 3, 5 വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന റോഡാണ് പുളിഞ്ചോട് ഈസ്റ്റ് വാഴപ്പള്ളി കനാൽ ബണ്ട് റോഡ്. അടിയന്തരമായി റോഡിൽ സംരക്ഷണ ഭിത്തി കെട്ടി കൈവരി സ്ഥാപിക്കണമെന്ന് വാർഡ് കൗൺസിലർ KK സുബൈർ പറഞ്ഞു. ഇത് പുളിഞ്ചോട് കവല കീച്ചേരിപ്പടി റോഡാണെന്ന്. ഒരു ബൈപ്പാസ് റോഡ് പോലെ മൂവാറ്റുപുഴ നഗരസഭയിലെ 1-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, 5-ാം വാർഡ് കേന്ദ്രീകരിക്കുന്ന മെയിൻ റോഡാണിത്. പക്ഷേ വളരെ യാത്ര ചെയ്യാൻ ഏത് സമയത്തും ഇപ്പോൾ ഇവിടെ അപകടം ഉണ്ടാകുന്ന 1-2 അപകടം അടുത്ത ദിവസങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ കെട്ടിൻ്റെ താഴെ കനാലിലേക്ക് ഒരു ബൈക്കുകാരൻ ചാടി. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥ ഉള്ളത്. കനാലിൻ്റെ ഈ സൈഡ് സംരക്ഷണ ഭിത്തി കെട്ടി അതുപോലെ തന്നെ കൈവര വെച്ചാലാണ് ഇവിടെ സുഗമമായ യാത്ര സൗകര്യം ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം 100 കണക്കിന് ആളുകൾ ഡെയിലി യാത്ര ചെയ്യുന്ന ഇതാണ്. മൂവാറ്റുപുഴ ടൗണിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡാണിത്. ഈ പറയുന്ന പ്രധാനപ്പെട്ട വാർഡുകളെ കേന്ദ്രീകരിച്ചാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് പലതവണ ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും ആരും തന്നെ ഇതിന് ശ്രദ്ധിക്കുന്നില്ല. പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എത്തിച്ച് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി ഇതിൻ്റെ അടിത്തറ കെട്ടി കൈവര വിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. അത് പ്രധാനപ്പെട്ട അധികാരികൾ ഞാൻ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുമായി മുന്നോട്ട് പോവുകയാണ്. ശക്തമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കണം. നഗരസഭ ഇറിഗേഷൻ വകുപ്പ് സംസ്ഥാന സർക്കാരിനടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടേതായ രീതിയിൽ നമ്മൾ നിലവിൽ കൊടുത്തിരിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൻ്റെ പരാതി പോയിട്ടുണ്ട്. പക്ഷെ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇതിൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി വന്നാൽ അടുത്ത വണ്ടി കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ വന്നെങ്കിൽ പാലത്തിലേക്ക് ഒരു വണ്ടി കയറ്റിയിട്ട് ഈ സ്വകാര്യ വ്യക്തികൾ പണിതിരിക്കുന്ന വീടുകളിലെ പാലത്തിലേക്ക് വണ്ടി കയറ്റിയാണ് ഇപ്പോൾ തൽക്കാലം വണ്ടി പോകുന്നത്. വീതി ഇല്ലാത്ത സ്ഥലങ്ങൾ വീതി കിട്ടണമെങ്കിൽ ഇവിടെ അടിത്തറ കെട്ടണം, ഫൗണ്ടേഷൻ കെട്ടി എന്നാലാണ് വീതിയുണ്ട്. ആവശ്യത്തിന് വീതിയുണ്ട്, പക്ഷേ ഇടിഞ്ഞെടുക്കുകയാണ്. അത് കരിങ്കല്ലിട്ട് ഫൗണ്ടേഷൻ നല്ല അടിത്തറ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വീതിയായി സുഗമമായി 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇത് തീരും. കാലപ്പഴക്കം ചെന്ന സംരക്ഷണ ഭിത്തികൾ പല ഭാഗത്തും ഇടിഞ്ഞ അവസ്ഥയിലാണ്. അത് കാൽനട യാത്രക്കാർക്കടക്കം ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ വീതി കൂട്ടി പാർശ്വഭിത്തിയും കൈവരികളും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.